ഒരു തന്ത്രപ്രധാന സമുദ്ര സുരക്ഷാ പ്രബന്ധം ദ്വീപുകളുടെ തന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പടിഞ്ഞാറൻ പസഫിക്കിലും അതിനപ്പുറത്തും ഇന്ത്യയുടെ പവർ പ്രൊജക്ഷനിൽ ഇവയ്ക്കുള്ള പ്രാധാന്യം അടിവരയിട്ട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. തൽഫലമായി ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ സൈനികവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. നിലവിൽ ഇന്ത്യയ്ക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലായി 7 വ്യോമസേന നാവികസേനാ താവളങ്ങളുണ്ട്. 450 നോട്ടിക്കൽ മൈൽ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന 572 ദ്വീപുകളിലായി മൊത്തം 24 തുറമുഖങ്ങളും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ ഈ ദ്വീപിനെ ശരിയായി ഉപയോഗിച്ചാൽ ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ വൻകിട ശക്തികളെയും തായ്ലാന്റ്, മ്യാൻമാർ, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ അയൽ രാജ്യങ്ങളെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കാനും ഇന്തോ പസഫിക്കിന്റെ മധ്യഭാഗത്ത് ഇന്ത്യ എത്തിക്കാനുമുള്ള കഴിവ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കൈവശം വച്ചിരിക്കുന്നു. തൽഫലമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വഴി ഇന്ത്യൻ ശക്തി ഉയർത്തിക്കാട്ടാനുള്ള സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യ തങ്ങളുടെ ഏക തിയേറ്റർ കമാൻഡായ ആൻഡമാൻ നിക്കോബാർ കമാൻഡ് രൂപീകരിക്കുന്നതിനായി 5650 കോടി രൂപ അനുവദിച്ചിരുന്നു.